എൻ്റെ സത്യാന്വേഷണ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷുകാർക്കെതിരെ സമാനതകളില്ലാത്ത സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച് രക്തസാക്ഷിത്വം വഹിച്ച കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് അറിയപ്പെടുന്ന മാവിലാന്തോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. പഴശ്ശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇതിവൃത്താന്തങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. 1753 ജനുവരി 3 വടക്കൻ മലബാറിലെ കോട്ടയം രാജവംശത്തിലാണ് പഴശ്ശി കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശി രാജാവ് ജനിച്ചത്. ടിപ്പുവിൻ്റെ പതനത്തിനും മരണത്തിനും ശേഷം മലബാറിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയും മലബാറിൽ വിശേഷിച്ചും വയനാട്ടിലുമൊക്കെയുള്ള സാധാരണക്കാരായ ആളുകളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായ നികുതി നയങ്ങളും ചൂഷണങ്ങളും നടത്തിക്കൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ അവർക്കെതിരെ സന്ധിയില്ലാത്ത സമാനതയില്ലാത്ത സമരമുറകൾക്കാണ് പഴശ്ശിരാജാവ് നേതൃത്വം കൊടുത്തത്. വീരപഴശ്ശിത്തമ്പുരാൻ കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഗോത്രവർഗങ്ങളെയും സാധാരണക്കാരെയും കൂടെ നിർത്തിക്കൊണ്ട് വയനാടിൻ്റെ വനാന്തരങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വയനാടിൻ്റെ വനാന്തരങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് സമരമാണ് അദ്ദേഹം പുറത്തെടുത്ത സമരമുറ. ആ സമരത്തിൽ വലിയ പ്രയാസങ്ങൾ ബ്രിട്ടീഷുകാർ അനുഭവിക്കുകയും ഒട്ടേറെ നഷ്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കുണ്ടാവുകയും അങ്ങനെ അവസാനം പഴശ്ശിരാജാവിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മലബാർ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബാവർ എന്ന സായിപ്പിൻ്റെ നേതൃത്വത്തിൽ പഴശ്ശിരാജയെ പിടികൂടാനുള്ള നീക്കം നടത്തി. തദ്ദേശീയരായ കോൽക്കാർ എന്ന് പറയുന്ന ചാരന്മാരെ ഒരു പോലീസ് സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കുകയും അവരിലൂടെ ചാരവൃത്തി നടത്തി അദ്ദേഹം രഹസ്യമായി താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തി വനമായ മാവിലാന്തോട്, പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാന്തോടിൽ 1805 നവംബർ 30 രാവിലെ സ്ഥലം മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ പട്ടാളവും ഈ കോൽക്കാർ എന്ന് പറയുന്ന ഈ ചാര പോലീസും വളയുകയും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ സമാനതകളില്ലാത്ത ഏറ്റുമുട്ടലിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയുമാണ് ഉണ്ടായത്. ആ പുൽപ്പള്ളിയിലെ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ്. തലക്കൽ ചന്തുവിൻ്റെയും അതോടൊപ്പം തന്നെ എടച്ചന കുങ്കൻ്റെയുമൊക്കെ നേതൃത്വത്തിലായിരുന്നു ഈ ഒളിപ്പോര്, ഈ യുദ്ധമുറ അല്ലെങ്കിൽ ഈ ഒരു സമരമുറ പഴശ്ശിരാജാവ് പുറത്തെടുത്തത്. തലക്കൽ ചന്തുവിനെയും എടച്ചന കുങ്കനെയുമൊക്കെ ഇല്ലാതാക്കിയ ശേഷമാണ് പഴശ്ശിരാജാവിൻ്റെ മരണം അവർ ഉറപ്പുവരുത്തിയത്. 2 തരത്തിലാണ് ഈ മരണത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴ്പ്പെടാനോ അടിമപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ വെടിയേറ്റ് മരിക്കാനോ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വജ്രമോതിരം വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന ഒരു കഥയും, അതല്ല മറിച്ച് ബ്രിട്ടീഷുകാർ വെടിവെച്ച് തന്നെ കൊല്ലുകയാണ് ഉണ്ടായത് എന്നൊരു കഥയും, അല്ല അദ്ദേഹം കൈത്തോക്ക് കൊണ്ട് അദ്ദേഹത്തെ തന്നെ വെടിവെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളൊരു കഥയും നിലനിൽക്കുന്നു. ഏതായിരുന്നാലും മാവിലാന്തോടിൻ്റെ വിശേഷങ്ങളിലേക്ക്, അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ഒളിപ്പോർ സമരങ്ങളും ഒരുപാട് ആളുകളുടെ ജീവൻ അതോടൊപ്പം തന്നെ അവരുടെ ആത്മാവുമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങളുമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കലാശിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.